ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ട്രാൻസ്മിഷൻ ഡ്രൈവ്സ് അല്ലെ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം ഇൻ ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇത് ഇനി നമ്മൾ സെറ്റ് ഓഫ് ഗിയേഴ്സ് നമ്മൾ ഇതുപോലെ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെന്റിൽ നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ ഗിയർ ബോക്സ് എന്ന് പറയുന്നത്, ഗിയർ ബോക്സ് അല്ലെങ്കിൽ ഗിയർ ട്രെയിൻ എന്ന് പറയും, ഗിയർ ട്രെയിൻ. അപ്പോൾ ഗിയർ ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സെറ്റ് ഓഫ് ഗിയേഴ്സ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഗിയേഴ്സ് ആണ് നമ്മൾ ഗിയർ ട്രെയിനിൽ യൂസ് ചെയ്യുന്നത്. ഒരു ഷാഫ്റ്റിൽ നിന്ന് വേറൊരു ഷാഫ്റ്റിലേക്ക് മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിയർ ട്രെയിൻസ് യൂസ് ചെയ്യുന്നത്, ഗിയർ ട്രെയിൻസ്. അപ്പോൾ നമുക്ക് ഒരു ഇൻപുട്ട് ഷാഫ്റ്റും ഉണ്ടാവും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ട ഒരു ഷാഫ്റ്റും ഉണ്ടാവും. ഇപ്പോൾ ഓട്ടോമൊബൈൽ വണ്ടിയുടെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ വണ്ടിയുടെ എഞ്ചിനിൽ നിന്നുള്ളൊരു ഷാഫ്റ്റ്, അതിനെയാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്, ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പൊ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് നമ്മുടെ ഏറ്റവും ഫൈനൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീലിലേക്ക് വരുന്നതാണ്, ആക്സിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പം ആ വീലിലേക്ക് വരുന്ന ഡ്രൈവ്, അപ്പൊ ഇതിനിടയ്ക്ക് ഈ ഒരു സ്പീഡ് റിഡക്ഷനും അല്ലെങ്കിൽ സ്പീഡ് നമുക്ക് ആവശ്യമുള്ള സ്പീഡിലേക്ക് ഇതിനെ മാറ്റിയൊക്കെ കൊണ്ടുവരുന്നത് ഏതാണ്? ഗിയർ ട്രെയിൻസിന്റെ സഹായത്തോടെയാണ്. അപ്പോൾ ഗിയർ ട്രെയിൻസ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള വെലോസിറ്റി റേഷ്യോ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിയേഴ്സിനെ സെറ്റ് ചെയ്യുന്നു അല്ലെ അറേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇതിൽ നമ്മൾ സാധാരണ ഇതിൽ സ്പർ ഗിയർ യൂസ് ചെയ്യാം, ഹെലിക്കൽ ഗിയർ യൂസ് ചെയ്യാം, ബെവൽ ഗിയേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഗിയർ ട്രെയിൻസിനെ ആ ഗിയറിന്റെ അറേഞ്ച്മെന്റ്സിനനുസരിച്ചിട്ട്, ആ ഗിയർ വീല് അല്ലെങ്കിൽ ഗിയറിന്റെ അറേഞ്ച്മെന്റ്സ് അനുസരിച്ചിട്ട് നമുക്ക് 4 ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. സിമ്പിൾ ഗിയർ ട്രെയിൻ ഉണ്ട്, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ഉണ്ട്, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ ഉണ്ട്, പിന്നെ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ 4 ടൈപ്പ് ഗിയർ ട്രെയിൻസ് ആണുള്ളത്. അപ്പൊ അതില് ഏറ്റവും ആദ്യത്തെ സിമ്പിൾ ഗിയർ ട്രെയിൻ, ഇവിടെ ഫിഗറിൽ തന്നെ കാണിച്ചിട്ടുണ്ട് സിമ്പിൾ ഗിയർ ട്രെയിൻ എന്താണെന്ന്. സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്, ഒരു ഷാഫ്റ്റില് ഒരു ഗിയറെ കണക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോ ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇപ്പൊ ഇവിടെ 4 ഗിയേഴ്സ് ഉണ്ട്. ഇപ്പൊ 4 ഗിയേഴ്സ് ഉണ്ടെങ്കിൽ 4 ഗിയേഴ്സും 4 ഡിഫറെന്റ് ഷാഫ്റ്റുകളിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ് സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഓരോ ഗിയറും എന്താണ്? ഈച്ച് ഷാഫ്റ്റ് ക്യാരീസ് 1 ഗിയർ ഓൺലി. അതാണ് ഈ സിമ്പിൾ ഗിയർ ട്രെയിനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ സിമ്പിൾ ഗിയർ ട്രെയിനിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡ്രൈവർ ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഗിയർ ഡ്രൈവ് യൂസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, നമുക്ക് കുറെ ഗിയേഴ്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. ഇപ്പൊ ഇതാണ് ഡ്രൈവർ ഗിയർ എന്ന് വെച്ചു, ഇതാണ് ഡ്രിവൺ ഗിയർ. അപ്പൊ നമുക്ക് ഇതിനിടയ്ക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഗിയേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? പവർ ട്രാൻസ്മിഷൻ നടത്താനായിട്ട് പറ്റും. അതാണ് സിമ്പിൾ ഗിയർ ഡ്രൈവിന്റെ ഒരു പ്രത്യേകത. പക്ഷെ ഇതിന്റെ വെലോസിറ്റി റേഷ്യോ കുറവായിരിക്കും. കാരണം ഇങ്ങനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ വരുന്തോറും എന്താണ്? വെലോസിറ്റി റേഷ്യോ കുറയാനുള്ളൊരു ഇതുണ്ട്. അല്ലെങ്കിൽ വെലോസിറ്റി റേഷ്യോ കുറച്ച് മതി, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഗിയർ ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. അപ്പോ ഓട്ടോമൊബൈൽ ഗിയർ ബോക്സിലൊക്കെ ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ഒട്ടും കോമ്പാക്റ്റ് അല്ല.
കോമ്പാക്ട് അല്ലെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ലെങ്ത് അല്ലെങ്കിൽ ഇത് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രൈവ് നമുക്ക് ഓട്ടോമൊബൈൽ പവർ ട്രാൻസ്മിഷൻസിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ടൂൾസ്, മെഷീനറീസിലൊക്കെ ഇത് യൂസ് ചെയ്യും. ലെയ്ത്ത്, ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു സിമ്പിൾ ഗിയർ ഡ്രൈവ് യൂസ് ചെയ്യും. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ മെഷീൻ ടൂൾസിലാണ് യൂസ് ചെയ്യുന്നത്. അതാണ് സിമ്പിൾ ഗിയർ ഡ്രൈവ് എന്ന് പറഞ്ഞത്. ഓരോ ഷാഫ്റ്റിലും ഓരോ ഗിയർ, ഒരു ഗിയർ ആയിരിക്കും അതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഗിയറിന്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? ഇപ്പോൾ ഡ്രൈവർ ഗിയർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. കാരണം ഈ ഡ്രൈവർ ഗിയർ കറങ്ങും, അപ്പൊ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അതുമായിട്ട് മേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് മെഷ് ചെയ്തിട്ടുള്ള ഗിയർ കറങ്ങുക. അപ്പോ ഇത് ഡയറക്ഷൻ സെയിം നമുക്ക് ആക്കണമെങ്കിൽ, അതായത് ഒരേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് ഇന്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ ഗിയേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഓരോ ഷാഫ്റ്റും അവിടെ വരേണ്ടി വരും. അപ്പൊ അതാണ് സിമ്പിൾ ഗിയർ ട്രെയിനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വെലോസിറ്റി റേഷ്യോ കുറവാണ്, കുറവായിട്ടുള്ള ആപ്ലിക്കേഷൻസിലാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ടൈപ്പ് ഗിയർ ട്രെയിൻസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. ഇനി ഓട്ടോമൊബൈൽസിലൊക്കെ യൂസ് ചെയ്യുന്ന ഗിയർ ട്രെയിൻ ആണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. ഗിയർ ബോക്സുകളിലൊക്കെ വന്നിരിക്കുന്ന ഗിയർ അറേഞ്ച്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറയുമ്പോൾ ഗിയേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ സീരീസ് ആണല്ലോ. അപ്പൊ ഒരു ഷാഫ്റ്റില്, ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടുത്തെ വ്യൂല് നോക്കിയാൽ അറിയാം. ഇപ്പൊ ഇവിടെ ഒരു ഷാഫ്റ്റ്, ഇതാണ് ഇൻപുട്ട് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഷാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രൈവർ. ഇപ്പൊ ഡ്രൈവർ ഗിയർ ഈ ഒരു ഫിഗറിലേക്ക് നോക്കും, ഈ ഒരു ഫിഗർ. അപ്പൊ ഇവിടെ 1 എന്ന് കൊടുത്തിട്ടുള്ള ഗിയർ എ എന്ന് പറഞ്ഞ ഷാഫ്റ്റിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുമായിട്ട് ബി എന്ന് പറയുന്ന ഷാഫ്റ്റിലെ ഒരു ഷാഫ്റ്റിലെ രണ്ടാമത്തെ ഗിയർ മെഷ് ചെയ്തിട്ടുണ്ട്. അതേ ഷാഫ്റ്റിൽ തന്നെ വേറൊരു ഗിയർ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, മൂന്നാമത്തെ ഗിയർ. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റിനെ കോമ്പൗണ്ട് ഷാഫ്റ്റ് എന്നാണ് പറയുന്നത്. കോമ്പൗണ്ട് ഷാഫ്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഗിയർ എന്നാണ് ഇതിനെ പറയുന്നത്. 2നെയും 3 എന്തെന്ന് പറയാം? കോമ്പൗണ്ട് ഗിയർ എന്ന് പറയാം. ഇനി 3യിൽ നിന്ന് 3 മെഷ് ചെയ്യുന്നത് 4 അടുത്ത ഷാഫ്റ്റ്. അപ്പൊ അതിൽ തന്നെ എന്താണ്, 5ാമത്തെ ഗിയറും ഇവിടെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം സി എന്ന് പറഞ്ഞ ഷാഫ്റ്റിൽ എന്താണ് ഒരു അതായത് 2 ഗിയേഴ്സ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, 4ഉം 5ഉം. അപ്പോ ഇതിനെ കൗണ്ടർ ഷാഫ്റ്റ് എന്നും പറയാറുണ്ട്. കൗണ്ടർ ഷാഫ്റ്റ് എന്നാണ് ശരിക്കും ഈ ഗിയർ ബോക്സിന്റെ കേസിൽ വരുമ്പോൾ ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്? കൗണ്ടർ ഷാഫ്റ്റ് എന്നാണ് പറയുന്നത്. കൗണ്ടർ ഷാഫ്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഷാഫ്റ്റ്, കോമ്പൗണ്ട് ഗിയേഴ്സ് ആണ് ഇത്. ഇപ്പോ സിമ്പിൾ ഗിയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും, നമുക്കിവിടെ ഇത് കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. വെലോസിറ്റി റേഷ്യോ കൂടുതലായിട്ടുള്ളിടത്ത് നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡ്രൈവർ ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ് കുറവുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ഒരു ഗിയർ ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓട്ടോമൊബൈൽസിൽ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലോക്കോമോട്ടീവ്സും ഓട്ടോമൊബൈൽസിലൊക്കെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രൈവ് ആണ് അല്ലെങ്കിൽ ഗിയർ അറേഞ്ച്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് കോമ്പൗണ്ട് ഡ്രൈവ് എന്ന് പറയുന്നത്, കോമ്പൗണ്ട് ഡ്രൈവ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പൊ ഇവിടെ ഡ്രൈവർ ഗിയറും ഡ്രിവൺ ഗിയറും, ഡ്രൈവർ ഗിയർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, ഡ്രിവൺ ഗിയർ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് സെയിം ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് ഗിയർ അറേഞ്ച്മെന്റ്സ് മാറ്റിക്കൊണ്ടേയിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു കോമ്പൗണ്ട് ഗിയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കോമ്പൗണ്ട് ഗിയർ ട്രെയിനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ കോമ്പൗണ്ട് ഗിയർ തന്നെ വേറൊരു രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. റിവേർട്ടഡ് ഗിയർ ട്രെയിൻ, റിവേർട്ടഡ്. അപ്പൊ റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ മെയിൻ ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, കോആക്സിയൽ ആയിട്ടുള്ള ഒരേ ആക്സിസിലുള്ള 2 ഷാഫ്റ്റുകൾ, പക്ഷെ ഇത് ഒരു സം ഡിസ്റ്റൻസ് അപ്പാർട്ടാണ്, അല്ലെങ്കിൽ കുറെ ഡിസ്റ്റൻസിന് മാറിയിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ 2 ആക്സിസ്, ഇപ്പൊ ഇവിടെ ഒരു ഈ ഒരു ആക്സിസിൽ ഒരു ഷാഫ്റ്റ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, കുറെ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഇതാ ഇവിടെ അതേ ആക്സിസ് ആണ്, പക്ഷെ അതേ സെയിം ആക്സിസ് ആണ്, പക്ഷെ ഒരു ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യും,
റിവേർട്ടഡ് ഗിയർ ട്രെയിൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. അപ്പൊ റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇതൊരു കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ തന്നെയാണ്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഗിയർ ടേൺ അബൌട്ട് ദ സെയിം ആക്സിസ്. അപ്പോ കോആക്സിയൽ ആയിട്ടുള്ള ഷാഫ്റ്റ് ഇത് തമ്മിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്തായിരിക്കും, ഈ ഫസ്റ്റ് ഗിയറും ലാസ്റ്റ് ഗിയറും ഒരേ ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, ഒന്നാമത്തെ ഗിയർ രണ്ടാമത്തെ ഗിയറുമായിട്ട് മെഷ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ രണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. കാരണം തമ്മിൽ മെഷ് ചെയ്തിരിക്കുന്നത് എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേ റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഷാഫ്റ്റും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഗിയറും എങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. കാരണം ഈ ഷാഫ്റ്റിലാണ് മൂന്നാമത്തെ ഗിയർ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നാലാമത്തെ ഗിയർ എവിടെയാണ്, ഇതിന്റെ അതേ ആക്സിസിലുള്ള ആ ഷാഫ്റ്റ് ആണ്. അപ്പോ ഇവിടെ 3 ആന്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് മെഷ് ചെയ്തിട്ടുള്ള 4 എങ്ങനെയായിരിക്കും, ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോ ഫസ്റ്റ് ഗിയറും ലാസ്റ്റ് ഗിയറും സെയിം ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ലെയ്ത്തിന്റെ ഗിയർ ബോക്സിൽ. ലെയ്ത്തിന്റെ ഗിയർ ബോക്സിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ സ്പിൻഡിൽ ലെയ്ത്തിന്റെ കമ്പോണന്റുകളുണ്ട്. അപ്പൊ ലെയ്ത്തിന്റെ സ്പിൻഡിൽ എന്ന് പറഞ്ഞ പോർഷൻ, സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷൻ അല്ലെ അതിലേക്ക് റൊട്ടേഷൻ വരുന്നത് ഒരു മോട്ടറിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സ്പീഡ് റിഡ്യൂസ് ചെയ്യുകയും വേണം, അതേപോലെ തന്നെ അത് റൊട്ടേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ വേണം നമുക്ക് സ്പിൻഡിലും റൊട്ടേറ്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ വരുന്ന കേസുകളിലെല്ലാം നമ്മൾ ഈ റിവേർട്ടഡ് ഗിയർ ട്രെയിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞാൽ ക്ലോക്കിലെ ഗിയർ മെക്കാനിസംസ് ഈ ഒരു റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ലെയ്ത്തിന്റെ ഹെഡ് സ്റ്റോക്ക് അവിടെയൊക്കെ ഈ ഒരു റിവേർട്ടഡ് ഗിയർ ട്രെയിൻസ് യൂസ് ചെയ്യും. അപ്പോൾ ഓട്ടോമൊബൈൽ ഗിയർ ബോക്സിൽ സാധാരണ യൂസ് ചെയ്യുന്ന ഏതാണ്, നമ്മൾ കോമൺ ആയിട്ട് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓട്ടോമൊബൈൽ ഗിയർ ബോക്സ്. നാലാമത്തേത് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആണ്. അപ്പൊ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിന്റെ വേറൊരു പേരാണ് പ്ലാനറ്ററി ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. പ്ലാനറ്ററി ഗിയർ ട്രെയിൻ. അപ്പൊ ഇവിടെ നമ്മള് ഒരു ഔട്ടർ ഗിയർ അതിനകത്ത് ഇന്റേണൽ ആയിട്ട് ടീത്ത് കട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനെ ഇന്റേണൽ ടീത്ത് ഇങ്ങനെ ഇന്റേണൽ ആയിട്ട് ടീത്ത് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഗിയറിനെയാണ് റിംഗ് ഗിയർ എന്ന് പറയുന്നത്. റിംഗ് ഗിയറിൽ ഇന്റേണൽ ടീത്ത് ആണ് കട്ട് ചെയ്തിരിക്കുന്നത്, ഇന്റേണൽ ടീത്ത്. ബാക്കിയുള്ള ഗിയേഴ്സിലെല്ലാം എന്താണ്, അതിന്റെ ഔട്ടർ സർഫസിൽ പെരിഫറിയിലാണ് ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് എക്സ്റ്റേണൽ ടീത്തുകളായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ഗിയർ ബോക്സ്, അപ്പൊ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കേണ്ട കാര്യമില്ല. അതിന്റെ വെലോസിറ്റി റേഷ്യോ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കണ്ട. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഓട്ടോമാറ്റിക് വെഹിക്കിൾസ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ എല്ലാം ഈ ഒരു ഗിയർ ആണ് യൂസ് ചെയ്യുന്നത്, ഗിയർ ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു സെൻട്രൽ ഗിയർ ഉണ്ടായിരിക്കും, സെൻട്രൽ ഗിയർ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സെൻട്രൽ ഗിയർ. ഈ സെൻട്രൽ ഗിയറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഗിയേഴ്സിനെയാണ് പ്ലാനറ്ററി ഗിയർ എന്ന് പറയുന്നത്. പ്ലാനറ്ററി ഗിയർ. അപ്പോൾ സെൻട്രൽ ഗിയറിനെ നമ്മൾ സൺ ഗിയർ എന്ന് പറയും. സൺ ഗിയർ. ഈ സൺ ഗിയറുമായിട്ട് അറ്റാച്ച് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് പ്ലാനറ്റ് ഗിയർ. പ്ലാനറ്റ് ഗിയേഴ്സ് എവിടെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്, ഈ റിംഗ് ഗിയറിനകത്താണ് എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് അല്ലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ഗിയർ ട്രെയിൻ ആണ്, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ അല്ലെങ്കിൽ പ്ലാനറ്ററി ഗിയർ ട്രെയിൻ എന്ന് പറയും. അപ്പൊ ഇത്രയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഗിയർ ട്രെയിനുകൾ അല്ലെങ്കിൽ ഗിയർ അറേഞ്ച്മെന്റുകൾ എന്ന് പറയുന്നത്. ഇനി ഓട്ടോമൊബൈൽസിന് ഇതിന്റെ പവർ ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമ്മൾ ഗിയർ ബോക്സ് പറഞ്ഞു. അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ക്ലച്ച് എന്ന് പറയുന്നത്. ക്ലച്ച്. അപ്പോ ക്ലച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ, ക്ലച്ച് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഗിയർ ഇപ്പോ ഇൻപുട്ട്
ഇൻപുട്ട് പവർ ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വെലോസിറ്റി റേഷ്യോസ് നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പീഡ്സ് നമുക്ക് അച്ചീവ് ചെയ്യണം. നമുക്ക് ചിലപ്പോൾ സ്പീഡ് കൂടുതൽ വേണ്ട സമയം ഉണ്ടാവും, സ്പീഡ് കുറവ് വേണ്ട സമയം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് റിഡ്യൂസ് ചെയ്യണം, സ്പീഡ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്പീഡ് കൂട്ടണം. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻസ് പോസിബിൾ ആക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഗിയർ ബോക്സ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എഞ്ചിൻ എപ്പോഴും എന്താണ്, ഒരേ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. എഞ്ചിന്റെ RPM അല്ലെങ്കിൽ എഞ്ചിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ ചിലപ്പോൾ 3000 RPM ഒക്കെ ആയിരിക്കാം. പക്ഷെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതേ സ്പീഡ് നമുക്ക് യൂസ് ചെയ്യേണ്ട കണ്ടീഷൻസ് ഒക്കെ വരാം. അപ്പൊ ഇത് ഓരോ നമ്മുടെ ആപ്ലിക്കേഷൻസ് അനുസരിച്ചിട്ടാണ് നമുക്ക് എങ്ങനെയാണ് ഏത് കണ്ടീഷനാണ് വേണ്ടത്. അപ്പൊ ഇതിനനുസരിച്ച് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലച്ച് എന്ന് പറഞ്ഞൊരു ഇന്റർമീഡിയറ്റ് പാർട്ടിന്റെ സഹായത്തോടെയാണ്. അപ്പോ ക്ലച്ചിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഏതില്, ഈ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ. അപ്പൊ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള 3 ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പല പല ഗിയർ റേഷ്യോസ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട്, അതായത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ട്രാൻസ്മിഷൻ സിസ്റ്റം യൂസ് ചെയ്യും. ഇറ്റ് മസ്റ്റ് പ്രൊവൈഡ് എ റിവേഴ്സ് ഗിയർ ഫോർ മൂവിംഗ് വെഹിക്കിൾ. നമുക്ക് റിവേഴ്സ് ഡയറക്ഷനിൽ റിവേഴ്സ് ഗിയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, പ്രൊവൈഡ് എ ന്യൂട്രൽ ഓർ ഡിസ്കണക്റ്റിംഗ് അറേഞ്ച്മെന്റ്, അതായത് എഞ്ചിനുമായിട്ടുള്ള ഒരു റിലേഷൻ അത് ബ്രേക്ക് ചെയ്യുക, അൺകപ്പിൾ ചെയ്യുക എന്ന് പറയും. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പല പല സ്പീഡുകൾ അച്ചീവ് ചെയ്യുക, അതുപോലെ റിവേഴ്സ് ഗിയർ അച്ചീവ് ചെയ്യുക, പിന്നെ എഞ്ചിനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, എൻഗേജ് ചെയ്യുക, ഡിസെൻഗേജ് ചെയ്യുക, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോൾ ഇപ്പൊ എഞ്ചിൻ, അതിന് ട്രാൻസ്മിഷൻ ഉണ്ട്. ഈ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗിയർ ബോക്സ് ആണ്. അപ്പോ ഈ ഗിയർ ബോക്സിനും എഞ്ചിനും ഇടയ്ക്കുള്ള ഈ ഒരു മൂവ്മെന്റ്, അപ്പോ എഞ്ചിൻ എത്ര സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു അതേ സ്പീഡിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഗിയറിന്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വേരിയസ് ഗിയർ റേഷ്യോസ് വേണ്ട സമയങ്ങളിൽ പല പല ഗിയേഴ്സ് നമ്മൾ മാറ്റുന്ന സമയത്ത് എഞ്ചിനുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഏത് ഇന്റർമീഡിയറ്റ് പാർട്ടായിട്ടുള്ള ഈ ക്ലച്ച് യൂസ് ചെയ്യുന്നത്. ക്ലച്ചിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഈ ക്ലച്ചിന്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒന്നുകിൽ എഞ്ചിനും ഗിയർ ബോക്സുമായിട്ട് കപ്പിൾ ചെയ്യുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സമയത്ത് ഇതിനെ ഡീകപ്പിൾ ചെയ്യുക. അപ്പൊ അതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ക്ലച്ചിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്, ഇത് എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ എൻഗേജ് ചെയ്തിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എഞ്ചിന്റെ സ്പീഡ് എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇവിടെ ഇപ്പൊ ട്രാൻസ്മിഷന്റെ കേസിലും. അപ്പോ നമുക്ക് മാറ്റേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഗിയർ അറേഞ്ച്മെന്റ് മാറ്റിയതിന് ശേഷം അപ്പൊ അതിനനുസരിച്ചിട്ട് ഇതിനകത്ത് ക്ലച്ചിനകത്ത് ക്ലച്ച് പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ക്ലച്ച് പ്ലേറ്റ്, അല്ലെങ്കിൽ ഫ്രിക്ഷൻ പ്ലേറ്റ് എന്ന് പറയും, അല്ലെ ഫ്രിക്ഷൻ ഡിസ്ക് എന്നൊക്കെ പറയും. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്ലച്ചിന് സെന്ററിൽ ഒരു ഷാഫ്റ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് ഇന്റേണൽ ആയിട്ട് ഇങ്ങനെ ടീത്ത് പോലൊരു സാധനമുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു ഷാഫ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഷാഫ്റ്റിനെ സ്പ്ലൈൻ ഷാഫ്റ്റ് എന്നാണ് പറയുന്നത്. സ്പ്ലൈൻ, SPLINE, സ്പ്ലൈൻ. അപ്പൊ ഈ സ്പ്ലൈൻ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പെരിഫറിയിൽ ടീത്ത് കട്ട് ചെയ്തിട്ടുള്ള ടൈപ്പ് ഷാഫ്റ്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന് പുറത്തുകൂടിയാണ് അല്ലെങ്കിൽ ആ ഒരു സ്പ്ലൈനിൽ കൂടിയാണ്, അല്ലെങ്കിൽ സ്പ്ലൈൻ ഷാഫ്റ്റിന്റെ ഔട്ടർ പെരിഫറി കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ നമ്മൾ ക്ലച്ച് എൻഗേജ് ചെയ്യുമ്പോഴും ഡിസെൻഗേജ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ക്ലച്ച് ലിവർ എൻഗേജ് ചെയ്യുമ്പോഴും ഡിസെൻഗേജ് ചെയ്യുമ്പോഴും ഈ ഒരു ഫ്രിക്ഷൻ പ്ലേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറി എഞ്ചിനിലേക്കുള്ള കണക്ഷനെ പാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ പ്രഷർ പ്ലേറ്റ് ഉണ്ട്, ക്ലച്ച് ഡിസ്ക് അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഡിസ്ക് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരുപാട് ഫീച്ചേഴ്സിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഈ ക്ലച്ച് പ്ലേറ്റ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ പ്ലേറ്റ് എന്ന് പറഞ്ഞ പാർട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ എൻഗേജിങ് ആൻഡ് ഡിസെൻഗേജിങ് നമുക്ക് പോസിബിൾ ആക്കുന്നത്. എഞ്ചിനിൽ നിന്നുള്ള കണക്ഷനെ എൻഗേജ് ചെയ്യുകയും ഡിസെൻഗേജ് ചെയ്യുകയും ചെയ്യുന്നത് എന്തായിരിക്കും, മൂവ്മെന്റ് ഓഫ് ദിസ് ക്ലച്ച് ഡിസ്ക് അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഡിസ്ക്, അതിന്റെ മൂവ്മെന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്,
ഈ പവർ ട്രാൻസ്മിഷൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഏതെന്ന് പറയുന്നത് ക്ലച്ച് എന്ന് പറയുന്നത്. പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ക്ലച്ച്. അപ്പൊ ഇതില് 2 ടൈപ്പാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഒരുപാട് ടൈപ്പ് ഓഫ് ക്ലച്ചസ് ഉണ്ട്. അപ്പൊ ക്ലച്ച് എന്ന് പറഞ്ഞാൽ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇതില് നമുക്ക് ഇപ്പൊ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ 2 ക്ലച്ചുകളെ പറ്റിയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കേണ്ടത്. ആദ്യത്തേത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്. സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ഈ പറഞ്ഞ ഫ്രിക്ഷൻ പ്ലേറ്റ് ഒരെണ്ണമേ ഉള്ളൂ. അങ്ങനെയുള്ള ക്ലച്ചിനെയാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പൊ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് യൂസ് ചെയ്യുന്നത് അതുപോലെ നോർമൽ വെഹിക്കിൾസിലെല്ലാം സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ആണ് യൂസ് ചെയ്യുന്നത്. കാറ്, ബസ് ഇതിലെല്ലാം സിംഗിൾ പ്ലേറ്റ് ക്ലച്ചുകളാണ് യൂസ് ചെയ്യുന്നത്. ട്രക്ക്, ലൈറ്റ് വെയിറ്റ് ട്രക്കുകൾ അങ്ങനെയെല്ലാം ഈ ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓൺലി 1 പ്ലേറ്റ് ഈസ് യൂസ്ഡ്. 1 ഫ്രിക്ഷൻ പ്ലേറ്റ് ഈസ് യൂസ്ഡ്. ഫ്രിക്ഷൻ ഡിസ്ക് ഒരെണ്ണമേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലെന്താണ് ഇത് സൈസ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ചെറിയ സൈസിലല്ല നമ്മൾ ഈ ഒരു ക്ലച്ച് ഉണ്ടാക്കുന്നത്. ഈ ക്ലച്ച് എന്ന് പറയുന്നത് വളരെ ബിഗർ സൈസിലായിരിക്കും ഈ ഒരു സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് നമ്മൾ ഇവിടെ ഓട്ടോമൊബൈൽസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റിന്റെ എണ്ണം കൂടുതലാണ്. അതാണ് മൾട്ടി പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുന്നത്. മൾട്ടി പ്ലേറ്റ് ക്ലച്ച് ഇത് സിംഗിൾ പ്ലേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറെ കൂടെ എഫിഷ്യന്റ് ആണ്. അതായത് കുറെ കൂടെ കോമ്പാക്റ്റും ആണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്ലേറ്റുകൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ടൈപ്പ് ക്ലച്ച് ആണ് ഏതെന്ന് പറയുന്നത് മൾട്ടി പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുന്നത്. ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡ് കാറുകൾ അതുപോലെ പഴയ ബൈക്കുകളിലും ഒക്കെ ഈ ഒരു ബൈക്കുകളൊക്കെ ഇത് കോമ്പാക്ട് കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് സിംഗിൾ പ്ലേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ കോമ്പാക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിലെല്ലാം നമുക്ക് ഈ ഒരു ടൈപ്പ് മൾട്ടി പ്ലേറ്റ് ക്ലച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ ഇതിന് ഒരുപാട് സ്പേസ് ഓക്യുപ്പൈ ചെയ്യും. അതുപോലെ തന്നെ ഇത് ലാർജ് യൂണിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെയിറ്റ് ഒക്കെ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വെയിറ്റ് ഒക്കെ ഒരു പ്രൈം ഫാക്ടർ ആയിട്ട് വരുന്ന കേസുകളിൽ ഇപ്പൊ ഹൈ സ്പീഡ് കാറുകൾ അതിനകത്തൊക്കെ നമ്മൾ ഈ ഒരു മൾട്ടി പ്ലേറ്റ് ക്ലച്ച് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നിൽ കൂടുതൽ പ്ലേറ്റുകൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇങ്ങനെ ഇത്രയാണ് നമ്മൾ പവർ ട്രാൻസ്മിഷനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിന്റെ ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.